ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. عن أنس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم ما من نبي إلا وقد أنذر أمته الأعور الكذاب. മുസ്തഫ പറഞ്ഞു, കള്ളവാദിയും ഒറ്റക്കണ്ണനുമായ ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാത്ത ഒരു പ്രവാചകനും ഇല്ല തന്നെ. ദജ്ജാലിനെ സംബന്ധിച്ച് ഹദീസുകളിലും അതുപോലെ ഖുർആൻ സൂക്തങ്ങളിലൊക്കെ വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ലോകാവസാനത്തിന് മുമ്പായി മസീഹ് ദജ്ജാൽ വരാനുണ്ട് എന്ന് ക്രിസ്തുമത അനുയായികളും അതുപോലെ ജൂത മതക്കാരുമൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് യേശുവിനോട് സാദൃശ്യമുള്ള മനുഷ്യരെ വഴിതെറ്റിക്കാൻ വരുന്ന വ്യാജ മിശിഹയാണ് അന്തിക്രിസ്തു. എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന പേരിലും പറയപ്പെടുന്നുണ്ട്. യഹൂദികൾ പ്രതീക്ഷിക്കുന്ന ദജ്ജാല് അവരുടെ വിമോചകനും രാജാവുമാണ്. മസയ എന്നാണ് ഹിബ്രു ഭാഷയിൽ അവനെ വിളിക്കുന്നത്. ദാവൂദ് നബിയുടെ വംശത്തിൽ നിന്നാണ് മസായ എന്ന ദജ്ജാൽ ജനിക്കുക എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദജ്ജാലിൻ്റെ കാലത്ത് ലോകം മുഴുവനും അവൻ്റെ കാൽക്കീഴിൽ വരുമെന്നും യഹൂദരുടെ സുവർണകാലമായിരിക്കും അതെന്നും അവർ വിശ്വസിക്കുന്നു. അക്കാലത്ത് ഓരോ ജൂതൻ്റെ കീഴിലും 2800 അടിമകൾ വീതം ഉണ്ടായിരിക്കുമത്രേ. അക്കാലത്ത് ജൂതമതം അല്ലാത്ത എല്ലാ മതങ്ങളും തകർന്നടിയുമെന്നും ലോക നേതൃത്വം യഹൂദ മതത്തിൻ്റെ കീഴിലായിരിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. തിരുമേനി മസീഹ് ദജ്ജാലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ഹദീസുകളിലൂടെ. ഇപ്പോൾ എല്ലാ നമസ്കാരങ്ങളിലും അത്തഹിയാത്തിൻ്റെ അവസാനം ഈ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. മസീഹ് എന്ന വാക്കിന് 50ഓളം അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈസാ മസീഹ് എന്നാൽ സത്യസന്ധനായ ഈസ, രോഗികളെ തടവി സുഖപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. മസീഹ് ദജ്ജാൽ എന്നാൽ കള്ളനായ വ്യാജനായ മസീഹ് എന്ന അർത്ഥങ്ങളും പറയപ്പെടുന്നുണ്ട്. അഥവാ അവൻ്റെ വാക്കും പ്രവൃത്തിയുമൊക്കെ വ്യാജമായിരിക്കും, കള്ളമായിരിക്കും, യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല. ജനങ്ങളെ അവൻ്റെ മാർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി വ്യാജ വാഗ്ദാനങ്ങൾ നൽകും. വ്യാജമായ പലതും അവൻ പ്രദർശിപ്പിക്കും. ഉദാഹരണത്തിന് മഴ പെയ്യിക്കുക, ഭൂമിയിൽ പലതരം സസ്യങ്ങൾ, ഫലവൃക്ഷാദികളൊക്കെ മുളപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അവൻ ചെയ്യും. അവൻ ഒറ്റക്കണ്ണായിരിക്കും, ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ടതുമായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഹദീസിൽ പറഞ്ഞത് അദ്ദജ്ജാൽ മംസൂഹുൽ ഐനി മക്തൂബൻ ബൈന ഐനൈഹി കാഫിർ. ദജ്ജാലിൻ്റെ ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും, 2 കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിരിക്കും. ഇറാനിലെ ഖുറാസാൻ പ്രവിശ്യയിൽപ്പെട്ട അസ്ഫഹാൻ പട്ടണത്തിൽ നിന്നായിരിക്കും ദജ്ജാൽ പിറവിയെടുക്കുക എന്നും അവൻ്റെ കൂടെ 70,000 യഹൂദികളും ഉണ്ടാകുമെന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. 70,000 എന്നൊരു വലിയ സംഖ്യയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. അഥവാ വലിയൊരു ജനസമൂഹം എൻ്റെ കൂടെ ഉണ്ടാകും എന്നർത്ഥം. അവരിൽ മുനാഫിക്കുകൾ, മുശ്രിക്കുകൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ലക്ഷണങ്ങൾ ഈ വിഭാഗക്കാരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ, പ്രസ്താവനകളിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോഴേ കേട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. ശാസ്ത്രം ഒരു ഹദീസ് പറഞ്ഞത് 3 സംഭവങ്ങൾ ഉടലെടുക്കുന്നതിന് മുമ്പായിട്ട് ഈമാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഈമാൻ ഒരിക്കലും അള്ളാഹുവിൽ സ്വീകാര്യമാകുകയില്ല. സൂറത്തുൽ അൻആമിൽ 158-ാമത്തെ ആയത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലാ യൻഫഉ നഫ്സുൻ ഈമാനുഹ ലം തകുൻ ആമനത്ത് മിൻ ഖബൽ. അന്ത്യനാളിന് മുമ്പായി വരാനിരിക്കുന്ന ആ 3 സംഭവങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ആ ആയത്തിൽ. അത് ഒന്ന് ദജ്ജാലിൻ്റെ ആഗമനം, ഒരു ഭയങ്കരമായ മൃഗം പ്രത്യക്ഷപ്പെടൽ,
പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കൽ എന്നിവയാണ്. ദജ്ജാലിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആയത്തിൽ ഉള്ളതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദജ്ജാലിനെക്കുറിച്ച് ശാസ്ത്രം പ്രകാരം വിശദീകരിച്ചിട്ടുണ്ട്. അവൻ 40 ദിവസങ്ങളോളം ഭൂമിയിൽ വിളയാടും. അന്നത്തെ ഒരു ദിവസം ഒരു വർഷം പോലെയും അടുത്ത ദിവസം ഒരു മാസം പോലെയും അതിനടുത്ത ദിവസം ഒരാഴ്ച പോലെയും ആയിരിക്കും. ബാക്കിയുള്ള ദിനങ്ങൾ ഭൂമിയിലെ സാധാരണ ദിനങ്ങൾ പോലെയും ആയിരിക്കും. ഇന്ന് കാണുന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ അവൻ്റെ ആധിപത്യത്തിന് കീഴിലായിരിക്കും, മക്കയും മദീനയും ഒഴികെ. ഈസാ നബി പിന്നീട് പുനരവതരിക്കുന്നതാണ്. സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെള്ള മിനാരത്തിലൂടെയാണ് ഈസാ നബി ഇറങ്ങി വരിക. സുബഹിനോടടുത്ത സമയത്ത് 2 മലക്കുകളുടെ ചിറകിന്മേൽ 2 കൈകളും വെച്ച് വളരെ പ്രൗഢിയോടെ ആയിരിക്കും ഈസാ നബിയുടെ ആഗമനം. മുസാസ്ലം പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഈസ നിങ്ങളിലേക്ക് ഇറങ്ങി വരും ഒരു നീതിമാനായ ഭരണകർത്താവായിട്ട്. അദ്ദേഹം കുരിശ് തകർക്കുകയും പന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുകയും ജിസിയ എല്ലാത്തരം ടാക്സുകളും ഇല്ലാതാക്കുകയും ചെയ്യും. അന്ന് ധനത്തിൻ്റെ കുത്തൊഴുക്കായിരിക്കും, അതായത് എല്ലാവരും സമ്പന്നാവസ്ഥയിലായിരിക്കുമെന്നർത്ഥം. ഈ അവസ്ഥ വരുന്നതിന് മുമ്പായി തന്നെ ഈസാ അലൈഹി ഇസ്ലാം ദജ്ജാലിനെ വധിച്ചിരിക്കും. അവൻ ബൈത്തുൽ മഖ്ദിസിൽ അഭയം പ്രാപിക്കും. അതിൻ്റെ വാതിൽ തുറക്കാൻ ഈസാ നബി ആവശ്യപ്പെടുമ്പോൾ അവൻ വാതിൽ തുറക്കും. ഈസയെ കണ്ട മാത്രയിൽ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് പോലെ അവിടെ അവൻ അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ പിന്നീട് അവൻ അവിടെ നിന്ന് പേടിച്ചോടി ഖുദ്സിൻ്റെ കിഴക്കേ കവാടമായ ബാബുലുദ്ദിൽ പ്രത്യക്ഷപ്പെടും. അവിടെ വെച്ചാണ് ഈസാ നബി അവനെ വധിക്കുക. അവൻ്റെ കൂടെയുള്ള യഹൂദികളെയൊക്കെ മുസ്ലിം സൈന്യം വകവരുത്തിക്കൊണ്ടേയിരിക്കും. മരങ്ങൾക്കും മതിലുകൾക്കും മൃഗങ്ങൾക്കൊക്കെ പിറകിൽ ഒളിച്ചു കഴിയുന്ന ഓരോ ജൂതനെക്കുറിച്ചും അവയൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. ഇപ്രകാരം പറയും അത്രയാ അബ്ദുള്ള ഹാദാ യഹൂദിയുൻ ഫതആൽ ഫഖ്തുലു. അള്ളാഹുവിൻ്റെ അടിമ ഇതാ ഇവിടെ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നു, അവനെ കൊന്നുകളയൂ എന്ന് വിളിച്ചു പറയുമത്രേ. എന്നാൽ വർക്കത് എന്ന ഒരു പേരിലുള്ള ഒരു തരം വൃക്ഷം, അത് യഹൂദിയെക്കുറിച്ച് മിണ്ടുകയില്ല. ഇന്ന് ഇസ്രായേലിൽ വൃക്ഷം ധാരാളമായിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്ന് അവിടെ സന്ദർശിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും നമ്മൾ എല്ലാ നമസ്കാരങ്ങളിലും ഈ മസീഹ് ദജ്ജാലിനെ കുറിച്ച് അള്ളാഹുവിനോട് അഭയം തേടുന്നത് പോലെ നാം എപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ടിരിക്കുക. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.